സാറ്, സംസ്ഥാന നിയമസഭയ്ക്ക് മുൻപാകെ സർക്കാർ അവതരിപ്പിക്കുന്ന വാർഷിക ബജറ്റുകൾ ഭരണഘടനാ പ്രകാരം വളരെ പവിത്രമായിട്ടുള്ള ഒന്നാണ്. പക്ഷേ ആ സാങ്ക്ടിറ്റിയും ക്രെഡിബിലിറ്റിയും എല്ലാം ഈ കാലയളവിൽ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. സാർ, ബജറ്റിൽ പോലും വരുന്ന കണക്കുകൾ അത് ഫാക്ച്വലായി ശരിയാകണമെന്ന് ഭരിക്കുന്നവർക്കോ ധനകാര്യമന്ത്രിക്കോ പോലും അങ്ങനെ ഒരു നിർബന്ധമുള്ളതായിട്ട് തോന്നുന്നില്ല. കാരണം ഇപ്പോൾ എല്ലാവരും ഒന്ന് പ്രശ്നിക്കുന്നുണ്ട്. നമുക്ക് കേന്ദ്രം സംസ്ഥാനങ്ങളോട്, പ്രത്യേകിച്ച് BJP ഇതര സംസ്ഥാനങ്ങളോട് പക്ഷപാതപരമായി പെരുമാറുന്നു എന്നുള്ള പ്രശ്നം കോൺഗ്രസ് ഉയർത്തുന്നത് തന്നെയാണ്. കോൺഗ്രസിന് ആ സ്റ്റാൻഡുമുണ്ട്, ആ നിലപാടുണ്ട്. പക്ഷേ നമ്മളത് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞു വരുമ്പോൾ നമ്മളെ മറ്റുള്ളവർ പരിഹസിക്കാൻ ഇടയാകാൻ അത് അവസരം കൊടുക്കരുത്. ഇപ്പം ഈ 57,000 കോടിയുടെ നമുക്ക് അവകാശപ്പെട്ടതാണെന്ന് പറയുന്നതിനകത്ത് ഒന്ന് റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് ഇനത്തിൽ നമുക്ക് കുടിശ്ശികയായി നമുക്ക് അർഹതപ്പെട്ടത് കട്ട് ചെയ്തു എന്നാണ് പറഞ്ഞത്. സാർ, നമ്മുടെ ധനകാര്യമന്ത്രി 24/8/22 നിയമസഭയിൽ നൽകിയ മറുപടി പ്രകാരം റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡായി നമുക്ക് 15ാം ധനകാര്യ കമ്മീഷൻ നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്ന തുക 53,137 കോടി രൂപയാണ്. സാർ, ഈ 53,137 കോടിയിൽ 20-21 15,322 കോടി കിട്ടി, 21-22 19,891 കോടി കിട്ടി, 22-23 13,174 കോടി കിട്ടി, 23-24 4,749 കോടി കിട്ടി. ഇപ്പം നോക്കുമ്പോൾ 22-23 13,174 കോടി കിട്ടിയിട്ട് 23-24 ആയപ്പോൾ 4,749 കോടിയേ ഉള്ളൂ. അപ്പോൾ ദേ 13 നിന്ന് 4,000 ആയി എന്നാണ്. പക്ഷേ മൊത്തത്തിൽ നമുക്ക് 53,137 കോടിയിൽ ഏതാണ്ട് 52,344 കിട്ടി. ഇനി 2 മാസമുണ്ട്. അപ്പോൾ ഏതാണ്ട് 700 കോടി മാത്രമാണ് കിട്ടാനുള്ളത്. അപ്പോൾ അതിനെ ആളുകളെ, ഈ പാവപ്പെട്ട LDFന്റെ MLA-മാരെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്, ജനങ്ങളെയും തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ലെങ്കിൽ ധനകാര്യമന്ത്രി മറുപടി പറയുമ്പോൾ പറയണം, ഈ 15ാം ധനകാര്യ കമ്മീഷന്റെ റവന്യൂ ഡെഫിസിറ്റ് ഗ്രാൻഡ് എന്ന് പറയുന്നത് ഫിക്സഡ് അല്ലേ? ഇത്ര രൂപയല്ലേ നമുക്ക് അവാർഡ് ചെയ്തിരിക്കുന്നത്. ആ അവാർഡ് ചെയ്തതിൽ കേന്ദ്ര സർക്കാർ കുറവ് വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പറയൂ, നിങ്ങളുടെ കൂടെ ഞങ്ങൾ നിൽക്കാം. അതിന് പകരം ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു സമീപനം സ്വീകരിക്കരുത്. നമ്പർ 1. നമ്പർ 2 എന്ന് പറയുന്നത് GSTയുടെ കാര്യത്തിലും. ഇപ്പൊ GST നഷ്ടപരിഹാര ആക്ട്, ആ ആക്ടിന്റെ 3-4 വകുപ്പ് അതിൽ പറയുന്നുണ്ട്, ഒരു ട്രാൻസിഷൻ പീരീഡ് പറയുന്നുണ്ട്. ആ ട്രാൻസിഷൻ പീരീഡ് എന്ന് പറഞ്ഞത് 5 വർഷമാണ്. അത് 2017 ജൂലൈ മുതൽ 2022 ജൂലൈ വരെയാണ്. ഇനി ആ ട്രാൻസിഷൻ പീരീഡ് 5 വർഷം എന്നുള്ളത് കൂട്ടണം എന്നുള്ള അഭിപ്രായം കോൺഗ്രസിനുണ്ട്, നമുക്കുണ്ട്. നമ്മൾ ഒരുമിച്ച് നിൽക്കാം. പക്ഷേ അങ്ങനെ ചെയ്യണമെങ്കിൽ GST കൗൺസിൽ അത് ആവശ്യപ്പെട്ടുകൊണ്ട് പാർലമെന്റ് ഈ GST നഷ്ടപരിഹാര നിയമം അമെൻഡ് ചെയ്യണം. അതറിയാവുന്ന ആളാണ് ധനകാര്യമന്ത്രി. അദ്ദേഹത്തിന്റെ കൂടെ MLA-മാരോട് പോലും അദ്ദേഹം അത് പറയത്തില്ല. അത് പറയാതെ GST കോമ്പൻസേഷൻ ആക്ട് അമെൻഡ് ചെയ്യാതെ ഇനി നമുക്ക് പണം കിട്ടില്ല. അത് 22 അവസാനിക്കുന്നതാണ്. അത് കഴിഞ്ഞ വർഷം കിട്ടിയതിൻ്റെ അത്രയും കൂടെ കിട്ടിയിരുന്നെങ്കിൽ നമുക്ക് ഇത്രയാകുമായിരുന്നു എന്ന് പറഞ്ഞ് എന്തിനാണ് ആളുകളെ പറ്റിക്കുന്നത്? സത്യസന്ധത വേണ്ട എന്ന് ഇത്ര നിർബന്ധ ബുദ്ധി എന്തിനാണ് നിങ്ങൾക്കുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാകാത്തത്. അടുത്ത കാര്യം, സാർ, ഇവിടെ വലിയ വികസനം നടന്നു എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഞാൻ ഈ എക്കണോമിക് റിവ്യൂവിൽ നോക്കിയപ്പോൾ ഇത്തവണയും 30,373 കോടിയോ മറ്റുമാണ് പ്ലാൻ. 30,370. കഴിഞ്ഞ വർഷം അത്രയും ഉണ്ടായിരുന്നുള്ളൂ, കഴിഞ്ഞതിൻ്റെ അങ്ങേ വർഷം അത്രയും ഉണ്ടായിരുന്നുള്ളൂ. അല്ലെ അങ്ങ് മറുപടി പറയുമ്പോൾ പറയട്ടെ, ഈ പ്ലാൻ ഈ 30,000-നകത്ത് നിൽക്കുകയാണ്. അപ്പോൾ പിന്നെ എവിടെയാ ഈ വലിയ വികസന കുതിപ്പുണ്ടായത്? പ്ലാനിനകത്ത് ഉണ്ടാവണ്ടേ? ഈ 30,370-നകത്ത് ഈ പ്ലാൻ നിശ്ചലമായി നിൽക്കുകയാണ്. പിന്നെ ഒരുപാട് പേജ് വിഴിഞ്ഞത്തിനാണ്. ഇവിടെ നേരത്തെ ശംസുദ്ദീൻ പറഞ്ഞു, 6,000-ന്റെ പദ്ധതിയിൽ 7,000-ന്റെ അഴിമതി പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോൾ ആരോപിച്ചയാളാണ് ഇപ്പോഴത്തെ മുഖ്യമന്ത്രി. സ്വർഗത്തിലിരുന്ന് പാവപ്പെട്ട ഉമ്മൻചാണ്ടി ചിരിക്കുന്നുണ്ടാകും. നിങ്ങൾ 6-7 പേജ് ഈ വിഴിഞ്ഞത്തിന് എല്ലാവരും സൂര്യോദയം. സാർ, ഞാൻ അതുകൊണ്ട് സൂര്യോദയത്തിലേക്ക് കടക്കുന്നില്ല. മുഖ്യമന്ത്രി ട്രോളിയാണോ എന്ന് എനിക്കറിയത്തില്ല, ഈ സൂര്യൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പ്രൊഫസർ KP കണ്ണൻ എൻ്റെ CDSന്റെ പഴയ ഡയറക്ടറാണ്. അദ്ദേഹം ചോദിച്ചിട്ടുണ്ട് ഏത് സൂര്യൻ എന്ന്. ഞാനതുകൊണ്ട് അതോടെ കൊണ്ട് വിടുവോ, സമയക്കുറവായതുകൊണ്ട്. സാറ് ശ്രീ ബാലഗോപാൽ അദ്ദേഹം ബജറ്റിനകത്ത് വിദേശ സർവകലാശാലകൾക്ക് അനുവാദം കൊടുക്കും എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ TV കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. പഴയ അംബാസിഡറും ഉന്നത വിദ്യാഭ്യാസ കൗൺസിലിന്റെ വൈസ് ചെയർമാനുമായിരുന്ന TP ശ്രീനിവാസൻ സാറ് TV കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത് ഹേ പ്രഭു ക്യാ ഹുവാ, എന്താണ് ഇവിടെ നടക്കുന്നത്? വിദേശ സർവകലാശാലകൾക്ക് ആരനുവാദം കൊടുക്കുന്നു? ബാലഗോപാൽ, ആ പാവം പിടിച്ച TP ശ്രീനിവാസൻ സാറിനെ SFIക്കാർ കോവളത്ത് വെച്ച് അടിച്ച് നിലത്തിട്ടില്ലേ സാർ? വിദേശ സർവകലാശാല എന്ന് പറഞ്ഞ ഒരു ആവശ്യത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നതേ ഉണ്ടായിരുന്നുള്ളൂ. അതിൻ്റെ ഒരു സെമിനാർ ആയിരുന്നു. അപ്പോൾ അടിച്ച് താഴെ ഇട്ടു. എന്നിട്ട്
ആ SFIയുടെ പഴയ നേതാവ് വിദേശ സർവകലാശാലയ്ക്ക് അനുവാദം കൊടുക്കുന്നു. സാർ, ഞാൻ നിങ്ങളോട് വേറൊന്നും ചോദിക്കുന്നില്ല. പുഷ്പനെ അറിയാമോ? നിങ്ങളുടെ പുഷ്പനെ അറിയാമോ? സാർ, സഹകരണ മേഖലയിൽ കണ്ണൂരിൽ പരിയാരത്ത് MV രാഘവന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ കോളേജ് വന്നപ്പോൾ വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞിട്ടാണ് സമരം ചെയ്തത്. കൂത്തുപറമ്പിൽ വെടിവയ്പുണ്ടായത്. സാർ, ഇപ്പോൾ ആഗോളവൽക്കരണം മസിനഗുഡി വഴി ഊട്ടിയിലേക്ക് പോയോ സാർ? ഈ ആഗോളവൽക്കരണം ഇപ്പൊ ഇല്ലേ? വിദ്യാഭ്യാസത്തിന്റെ സ്വകാര്യവൽക്കരണം ആഗോളവൽക്കരണത്തിന്റെ അജണ്ടയാണെന്ന് പറഞ്ഞവർ ഇപ്പോ വിദേശ സർവകലാശാലകൾക്ക് പച്ച പരവതാനിയല്ല, ചുവന്ന പരവതാനി വിരിച്ചു കൊണ്ടുവരുമ്പോ പുഷ്പനോട് മാപ്പ് പറയണം, TP ശ്രീനിവാസനോട് മാപ്പ് പറയണം. എല്ലാ കാലത്തും നിങ്ങൾ ഇങ്ങനെ തന്നെയായിരുന്നു സാർ. ഇവിടെ സാമൂഹ്യ പെൻഷൻ, ഇവിടെ അഹമ്മദ് ദേവർകോവിൽ പറയുകയാണ്, കൂട്ടുമോ എന്ന് വിചാരിച്ച് പ്രതിപക്ഷ അംഗങ്ങൾ ആകെ ആശങ്കയിലായിരുന്നു. കൂട്ടിയാൽ കുഴപ്പമാണ്, സർക്കാരിന് അംഗീകാരം കിട്ടും. അപ്പോ ഞങ്ങൾക്ക് വിഷമം ഉണ്ടാകുമെന്ന് കരുതിയിട്ട് നിങ്ങൾ കൂട്ടിയില്ലെന്നാണോ പറഞ്ഞത്? ഇതിനൊക്കെ ഞങ്ങൾ എന്താ സാർ പറയുന്നത്? അയ്യോ, പ്രതിപക്ഷത്തിന് ഒരു വിഷമം വരും, കൂട്ടിയാൽ സർക്കാരിന് അംഗീകാരമാകും. പ്രതിപക്ഷത്തിന് ഒരു വിഷമം ഉണ്ടാക്കണ്ടെന്ന് കരുതിയിട്ട് ഇത്തവണ സാമൂഹ്യ പെൻഷൻ കൂട്ടിയില്ല എന്നൊക്കെ പറഞ്ഞാൽ ഈ ന്യായീകരിച്ച് സാർ, ഇത് എവിടേക്ക് ഞങ്ങൾ കൊണ്ടുപോകണത്? ഇവരെ വെറുതെ വഷളാക്കരുത്, ഭരിക്കുന്നവരെ. സാർ ഇവിടെ ലൈഫ് നിങ്ങൾ പറഞ്ഞല്ലോ സാർ. ലൈഫിന്റെ കാര്യത്തിൽ 23-24 71,861 വീടുകൾ പണിയുമെന്ന് പറഞ്ഞതല്ലോ അങ്ങയുടെ ബജറ്റ് പുസ്തകത്തിൽ. അങ്ങയുടെ ഇപ്പോഴത്തെ ബജറ്റ് പുസ്തകത്തിൽ പറഞ്ഞു 31,356 വീട് പൂർത്തിയായെന്ന്. 717 കോടി രൂപയിൽ വെറും 3.76% സാർ ലൈഫിൽ ഏറ്റവും പാവപ്പെട്ട 9 ലക്ഷം ആളുകൾ അപേക്ഷ കൊടുത്ത് കാത്തിരിക്കുന്ന ഈ ഭവന പദ്ധതിയിൽ നിങ്ങൾ ചെലവഴിച്ചത്. സാർ, ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് 5 വർഷം കൊണ്ട് 4.5 ലക്ഷം വീട് പണിഞ്ഞപ്പോൾ 7 വർഷം കൊണ്ട് നിങ്ങൾ പറഞ്ഞ ബജറ്റ് രേഖ പ്രകാരമാണെങ്കിൽ 3,65,531 വീടുകൾ മാത്രമാണ് ലൈഫ് ഭവന പദ്ധതി പ്രകാരം നിങ്ങൾ പൂർത്തിയാക്കിയിട്ടുള്ളത്. സാർ, സപ്ലൈകോ ഞാൻ വഴങ്ങുന്നില്ല. എന്റെ പ്രസംഗത്തിന് ശേഷം പോയിന്റ് ഓഫ് ഓർഡർ ഉന്നയിച്ചോ? ഞാൻ വഴങ്ങുന്നില്ല സാർ. അങ്ങേക്ക് എന്റെ പ്രസംഗത്തിന് പോവാണ്. എന്റെ സമയവും മാത്യുക്കൊള്ളനാടന്റെ 3 മിനിറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ വേണമെങ്കിൽ എനിക്ക് തരാവുന്നേ പോട്ടെ, എന്തെങ്കിലും ആട്ടെ. സാർ, ഇവിടെ ഞാൻ പറഞ്ഞു പ്രതിപക്ഷത്തിന് അവകാശപ്പെട്ട 3 മിനിറ്റാണ് സ്പീക്കർ എടുത്തത്. സാർ, വിലക്കയറ്റം നിയന്ത്രിക്കാൻ കഴിഞ്ഞ ബജറ്റിൽ 2000 കോടി ഉണ്ടായിരുന്നു സാർ. ഇപ്പോ കേരളീയത്തിനും സപ്ലൈകോ നവീകരണത്തിനും കൂടി ആകെ 10 കോടിയാണ് സാർ. സാർ, നമ്മുടെ സിവിൽ സപ്ലൈസ് മന്ത്രിയുടെ കൈയക്ഷരം നന്നാകുന്നതല്ലാതെ ഇവിടെ വിലക്കയറ്റം, ഞാൻ CPIക്ക് വേണ്ടിയിട്ടാണ് വാദിക്കുന്നത് ഇവിടെ നിന്ന്, ആ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട്. CPIക്ക് വേണ്ടിയിട്ടെന്ന് വെച്ചാൽ ആ വകുപ്പിന് കാശ് കിട്ടിയില്ലെങ്കിൽ സപ്ലൈകോ അടച്ചുപൂട്ടും സാർ, വിലക്കയറ്റം അതിരൂക്ഷമാകും. അപ്പൊ വിലക്കയറ്റം തടയാൻ നടപടിയില്ല സാർ. കർണാടക നിങ്ങളുടെ കൂടെ സമരത്തിന് വന്നപ്പോൾ അവിടെ 2,500 രൂപ സ്ത്രീകളുടെ അക്കൗണ്ടിൽ അവർ ഓരോ മാസം ഇടുന്നുണ്ട് സാർ. 200 യൂണിറ്റ് വൈദ്യുതി സൗജന്യമാണ് സാർ. 10 കിലോ അരി റേഷൻ കാർഡിൽ ഒരാൾക്ക് 10 പേരുണ്ടെങ്കിൽ 100 കിലോ അരി കിട്ടുന്നുണ്ട് സാർ. കർണാടകത്തിൽ പൊതുഗതാഗതത്തിൽ സ്ത്രീകൾക്ക് സൗജന്യമാണ് സാർ. ഇവിടെ 6 മാസം പെൻഷൻ കൊടുക്കാത്ത, പട്ടികജാതി വിദ്യാർത്ഥികൾക്ക് ഗ്രാൻസ് കൊടുക്കാത്ത, KSRTCക്കാർക്ക് പെൻഷൻ കൊടുക്കാത്ത, KSRTCക്കാർക്ക് ശമ്പളം കൊടുക്കുന്നില്ല സാർ. ഒറ്റ കാര്യം പറഞ്ഞാൽ 1/2 മിനിറ്റ് മതി, മറ്റേ 3 മിനിറ്റിനകത്ത് 1/2 മിനിറ്റ് ചോദിക്കുന്നുള്ളൂ സാർ. ഞാൻ ഒരു വാക്ക് ധർമ്മടത്തിന് 336 കോടി, പേരാവൂരിന് 5 കോടി. കണ്ണൂർ വന്നൊരു വാർത്തയാണ്. കൂത്തുപറമ്പിന് 322 കോടി, തലശ്ശേരിക്ക് 85 കോടി, അങ്ങയ്ക്ക് കല്യാശ്ശേരിക്ക് 62 കോടി, മട്ടന്നൂരിന് 38 കോടി സാർ, പേരാവൂരിന് 5 കോടി. ഈ ശരിയാണോ സാർ? നിങ്ങൾ പറയുന്നു കേന്ദ്രം വിവേചനം കാണിക്കുന്നു, ഉത്തർപ്രദേശിന് കൂടുതൽ കൊടുക്കുന്നു, കേരളത്തിന് കുറച്ച് തരുന്നു. സാർ, ഞങ്ങളുടെ മണ്ഡലത്തിൽ 5 കോടി സാർ. ഞങ്ങളുടെ നിയമസഭാ മണ്ഡലത്തിലെ ജനങ്ങൾ സർക്കാരിന് കൊടുക്കുന്ന നികുതിയുടെ അർഹതപ്പെട്ട വിഹിതം മാത്രമാണ് സാർ ഞങ്ങൾ ആവശ്യപ്പെടുന്നത്. അതിലെന്താ വിവേചനം സാർ? അങ്ങനെ ഒരു താരിഫ് ഉണ്ടോ? ഉയർന്ന നേതാക്കന്മാർക്ക്, ഭരണപക്ഷക്കാർക്ക് അങ്ങനെയൊന്നുമില്ല സാർ. സാർ, നിങ്ങളുടെ ഔദാര്യമല്ല, ഞങ്ങളുടെ അവകാശമാണ്. ഇത് ജന്മി കുടിയാൻ ബന്ധമൊന്നുമല്ല പ്രതിപക്ഷവും ഭരണപക്ഷവും തമ്മിൽ. നിങ്ങൾ ആ കാസർഗോട്ട് വെച്ച് തലയിൽ കെട്ടിയ തലക്കെട്ട് അഴിക്കണം സാർ. ഇപ്പോഴും ആ തലക്കെട്ട് തലയിൽ ഇരിക്കുകയാണ്. കാസർഗോട്ട് വെച്ച് നിങ്ങൾ ആ തലയിൽ കെട്ടിയ കെട്ട് അഴിക്കണം. ജന്മി കുടിയാൻ ബന്ധമൊന്നുമല്ല. ഞങ്ങളുടെ അർഹതപ്പെട്ട അവകാശം നിഷേധിക്കുന്നതിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഈ ബജറ്റിനെ എതിർക്കുകയാണ് സാർ. ബഹുമാനപ്പെട്ട മിനിസ്റ്റർ ഈ സഭയിൽ തന്നെ നേരത്തെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് തെറ്റിദ്ധാരണാജനകമായിട്ടുള്ള പരാമർശം, കണക്കുകൾ ലൈഫ് പദ്ധതിയെക്കുറിച്ച് നടത്തിയപ്പോൾ വിശദീകരിച്ചതാണ്. പക്ഷേ ആ തെറ്റിദ്ധരിപ്പിക്കുന്ന പരാമർശം ആവർത്തിക്കുകയാണ് ബഹുമാനപ്പെട്ട
അംഗം ശ്രീ PC വിഷ്ണുനാഥ് ചെയ്തിട്ടുള്ളത്. 3,71,934 വീടുകൾ പൂർത്തിയാക്കി 4,90,000-ത്തിലധികം വീടുകളുടെ എഗ്രിമെന്റ് വെച്ചു. സാർ, പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് 18 കോടിയാണ് ചെലവഴിച്ചതെന്നാണ്. സാർ, ഇതുവരെ 17,000-ത്തിലധികം കോടി രൂപയാണ് ലൈഫിന് വേണ്ടി സംസ്ഥാന സർക്കാർ ചെലവഴിച്ചത്. ഈ വർഷം ഈ വർഷം 18 കോടിയല്ല 1,600-ഓളം കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട്. 1,600-ഓളം കോടി രൂപയാണ് ചെലവഴിച്ചിട്ടുള്ളത്. ബി.ജെ.പി. സർക്കാരിന്റെ ബി.ജെ.പിയുടെ വാദത്തെ പിന്തുണയ്ക്കുകയാണ് യഥാർത്ഥത്തിൽ ചെയ്യുന്നത്.